എല്ലാവർക്കും യുക്കെ എൻജിനിയറിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത് വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റിൻ്റെ തുടർച്ചയാണ്. നമ്മളിന്ന് നോക്കുന്നത് ഓപ്പറേറ്റിംഗ് സൈക്കിൾ കോൺസെപ്റ്റാണ് നോക്കുന്നത്. ഈ ചാനലിലൂടെ കൊമേഴ്സ് റിലേറ്റഡ് ക്ലാസ്സുകളാണ് ഷെയർ ചെയ്യുന്നത്. നിങ്ങൾക്കത് ഉപകാരമാകുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് ഇന്നത്തെ ഭാഗത്തിലൂടെ കടക്കാം. ഓപ്പറേറ്റിംഗ് സൈക്കിൾ കോൺസെപ്റ്റ് എന്നുള്ളത്, ഓപ്പറേറ്റിംഗ് സൈക്കിളിനകത്ത് ഇത്തരത്തിലുള്ള ഒരു ഡയഗ്രാം കൂടി നമുക്ക് അതിനകത്ത് നിന്ന് നോക്കി മനസ്സിലാക്കാനുണ്ട്. എന്താണെന്ന് പറയാം. എ ന്യൂ കോൺസെപ്റ്റ് വിച്ച് ഈസ് ഗെയിനിങ് more and more importance in recent years is the operating cycle concept. ഒരു മോഡേൺ കോൺസെപ്റ്റാണത്. ഓപ്പറേറ്റിംഗ് സൈക്കിൾ refers to average time elapses between purchase of raw material and final cash realization. റോ മെറ്റീരിയൽ പർച്ചേസ് ചെയ്തത് മുതൽ ഫൈനൽ ക്യാഷ് റിയലൈസ് ചെയ്യുന്ന വരെയുള്ള ആ ഒരു ആവറേജ് ടൈമിനെയാണ് ആവറേജ് ടൈം ഇലാപ്സ് എന്ന് ഉദ്ദേശിക്കുന്നത്. ആ ഒരു കാലയളവിലുള്ള ആവറേജ് ടൈമിനെയാണ് ഓപ്പറേറ്റിംഗ് സൈക്കിൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് അക്കോർഡിംഗ് ടു ഹണ്ട്, വില്യം ആൻഡ് ഡൊണാൾഡ്സൺ, വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് റിക്വയർഡ് ബിക്കോസ് ഓഫ് ദ ടൈം ഗ്യാപ്പ് ബിറ്റ്വീൻ ദ സെയിൽസ് ആൻഡ് ദർ ആക്ച്വൽ റിയലൈസേഷൻ ഇൻ ക്യാഷ്. സെയിൽസ് അതുപോലെ തന്നെ ആക്ച്വൽ റിയലൈസേഷൻ ക്യാഷ്, അതിൻ്റെ ഇടയിലുള്ള ആ ഒരു ടൈമിനെയാണ് ഓപ്പറേറ്റിംഗ് സൈക്കിൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ടൈം ഗ്യാപ്പ് ടെക്നിക്കലി ദിസ് ഇസ് ദ ടൈം ഗ്യാപ്പ് ടെക്നിക്കലി ടേംഡ് ആസ് ഓപ്പറേറ്റിംഗ് സൈക്കിൾ ഓഫ് ദ ബിസിനസ്. അപ്പോൾ അതിനകത്ത് ഒരു സൈക്കിൾ പോലെയുള്ള ഒരു ഡയഗ്രാം കൂടി നമുക്ക് ഇതിനകത്ത് നിന്ന് മനസ്സിലാക്കാനുണ്ട്. നമുക്ക് എന്താണെന്ന് നോക്കാം. ക്യാഷ് ഈസ് യൂസ്ഡ് ടു ബൈ റോ മെറ്റീരിയൽ ആൻഡ് അതർ റിസോഴ്സിന് നമ്മൾ എന്ത് ചെയ്യുന്നു, ക്യാഷ് എന്നുള്ളത് ഉപയോഗിക്കുന്നു. ദെൻ റോ മെറ്റീരിയൽ ആൻഡ് സ്റ്റോർസ് ആർ ഇഷ്യൂഡ് ടു ദ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്. വേജസ് ആർ പെയ്ഡ് ആൻഡ് അതർ എക്സ്പെൻസ് ആർ ഇൻകേർഡ് ഇൻ ദ പ്രോസസ് ആൻഡ് വർക്ക് ഇൻ പ്രോഗ്രസ് കം ഇൻ ടു എക്സിസ്റ്റൻസ്. വർക്ക് ഇൻ പ്രോഗ്രസ്സിലേക്ക് എത്തുന്നു. ആഫ്റ്റർ സം ടൈം ദ വർക്ക് ഇൻ പ്രോഗ്രസ് ബിക്കം ദ ഫിനിഷ്ഡ് ഗുഡ്സ്. ഈ വർക്ക് ഇൻ പ്രോഗ്രസ് എന്നുള്ളത് കുറച്ച് സമയം കഴിയുമ്പോൾ, കുറച്ച് കാലയളവ് കഴിയുമ്പോൾ എന്താണ്, അത് ഫിനിഷ്ഡ് ഗുഡ്സായിട്ട് മാറുന്നു. ഫിനിഷ്ഡ് ഗുഡ്സ് ആർ സോൾഡ് ടു ദ കസ്റ്റമേഴ്സ് ഓൺ ക്രെഡിറ്റിന് ഫിനിഷ്ഡ് ഗുഡ്സിന് വിൽപ്പന നടത്തുന്നു. ഇൻ ദ കോഴ്സ് ഓഫ് ടൈം ദീസ് കസ്റ്റമേഴ്സ് പേ ക്യാഷ് റിയലൈസ്ഡ് ആൻഡ് ദെൻ സൈക്കിൾ ഈസ് കംപ്ലീറ്റഡ്. ഓക്കെ, ഈ ഒരു ഐഡിയ നമ്മുടെ താഴെ ഡയഗ്രത്തിനകത്ത് നമുക്ക് കൃത്യമായിട്ട് ഈ ഒരു ഐഡിയ പറയും. ദസ് ദ ക്യാഷ് ഈസ് കൺവേർട്ടഡ് ഇൻ ടു റോ മെറ്റീരിയൽ. ക്യാഷ് എന്നുള്ളത് ആദ്യം എന്താണ്, റോ മെറ്റീരിയലായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ആ റോ മെറ്റീരിയൽ പിന്നീട് എന്താവുന്നു, ഫിനിഷ്ഡ് വർക്ക് ഇൻ പ്രോഗ്രസ് ആവുന്നു. ദിസ് വർക്ക് ഇൻ പ്രോഗ്രസ് ബിക്കം ഫിനിഷ്ഡ് ഗുഡ്സ്. ഈ വർക്ക് ഇൻ പ്രോഗ്രസ് ആണ് പിന്നീട് എന്താവുന്നത്, ഫിനിഷ്ഡ് ഗുഡ്സ് ആയിട്ട് മാറുന്നത്. വിച്ച് ആർ കൺവേർട്ടഡ് ഇൻ ടു ഡെപ്റ്റേഴ്സ്. അത് ഡെപ്റ്റേഴ്സ് അവിടെ തന്നെ ബിൽസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ഫൈനലി ക്യാഷ് റിയലൈസ്ഡ് ഫ്രം ഡെപ്റ്റേഴ്സ്. ഈ ഡെപ്റ്റേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ക്യാഷ് എന്നുള്ള റിയലൈസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ബിൽസ് ഡെപ്റ്റേഴ്സിൻ്റെ അല്ലെങ്കിൽ ബിൽസ് കയ്യിൽ എന്ത് ചെയ്യുന്നു, ആ ക്യാഷ് എന്നുള്ളത് റിയലൈസ് ചെയ്യുന്നു. The time period is simply known as operating അല്ലെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റൽ സൈക്കിൾ എന്ന് പറഞ്ഞത്. ഇതിൻ്റെ ഈ കംപ്ലീറ്റ് ടൈമിനെയാണ് വർക്കിംഗ് ക്യാപിറ്റൽ സൈക്കിൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ആദ്യം എന്ത് ചെയ്യുന്നു, ക്യാഷ് എന്ന റോ മെറ്റീരിയൽ ആവുന്നു, പിന്നീട് ആ റോ മെറ്റീരിയൽ വർക്ക് ഇൻ പ്രോഗ്രസ് ആവുന്നു, വർക്ക് ഇൻ പ്രോഗ്രസ് ഫിനിഷ്ഡ് ഗുഡ്സായിട്ട് മാറുന്നു, ഫിനിഷ്ഡ് ഗുഡ്സ് ഡെപ്റ്റേഴ്സ്, ദെൻ ഡെപ്റ്റേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ക്യാഷ് കിട്ടുന്നു. ആ ഒരു കംപ്ലീറ്റ് പ്രോസസ്സിനെ പറയുന്ന പേരാണ് വർക്കിംഗ് ക്യാപിറ്റൽ സൈക്കിൾ എന്ന്. അതൊരു സൈക്കിൾ പോലെ എന്തെങ്കിലും തുടർന്നു കൊണ്ടേയിരിക്കും. അതാണ് അതിനകത്ത് പറയുന്നത്. ഇനി നമുക്ക് ഈ ഒരു കോൺസെപ്റ്റ് എന്നുള്ളത് ഇപ്പോൾ പറഞ്ഞ കാര്യം തന്നെ താഴത്തേക്ക് എടുത്തായിട്ടുള്ളത്. ഇൻ കേസ് ഓഫ് മാനുഫാക്ചറിങ് കമ്പനി, ഓപ്പറേറ്റിംഗ് സൈക്കിൾ ഈസ് ദ ലെങ്ത് ഓഫ് ടൈം നെസസറി ടു കംപ്ലീറ്റ് ദ ഫോളോയിങ് സൈക്കിൾ ഓഫ് ഇവൻറ്റ്സ്. അതായത് നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ള മുകളിൽ പാരഗ്രാഫായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യമാണ് താഴെ എന്താണ് എഴുതിയിട്ടുള്ളത്. ആ പറഞ്ഞിട്ടുള്ള ഈ സൈക്കിൾ ഓഫ് ഇവൻറ്റ്സ് കംപ്ലീറ്റ് ചെയ്യുന്ന ആ ഒരു ടൈമിനെയാണ് എന്ത് വിളിക്കുന്നത്, വർക്കിംഗ് ക്യാപിറ്റൽ സൈക്കിൾ അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് സൈക്കിൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനകത്ത് കുറച്ച് ഭാഗങ്ങളൊക്കെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതായത് ക്യാഷ് എന്നുള്ള റോ മെറ്റീരിയൽ ആവുന്നു.
അത് കൺവേർട്ട് ചെയ്യുന്ന ആ ഒരു സമയം. അതുപോലെ തന്നെ പിന്നെ എന്ത് ചെയ്യുക, റോ മെറ്റീരിയൽ എന്നുള്ള പിന്നീട് എന്താവുന്നു, വർക്ക് ഇൻ പ്രോഗ്രസ് ആവുന്നു. വർക്ക് ഇൻ പ്രോഗ്രസ് എന്നുള്ളത് ഫിനിഷ്ഡ് ഗുഡ്സ് ആയിട്ട് മാറുന്നു. ദെൻ കൺവേർഷൻ ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് ഇൻ ടു അക്കൗണ്ട് റിസീവബിൾ അല്ലെങ്കിൽ എന്താണ്, ഡെപ്റ്റേഴ്സ് ആയിട്ട് മാറുന്നു. പിന്നെ ഡെപ്റ്റേഴ്സിൽ നിന്ന് എന്ത് ചെയ്യുന്നു, ക്യാഷ് കിട്ടുന്നു. അപ്പോൾ ഇതിനൊക്കെ ഈ ഒരു കംപ്ലീറ്റ് സൈക്കിളിനെയാണെന്ന് വിളിക്കുന്നത് ഓപ്പറേറ്റിംഗ് സൈക്കിൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നോക്കുക, അതന്നെ ഇവിടെ ഡയഗ്രത്തിനകത്ത് എഴുതിയിട്ടുണ്ട്. ഒന്ന് കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കാം. ആദ്യം എന്താണ് ക്യാഷ് എന്നുള്ളത്. ഈ ക്യാഷ് ആണ് പിന്നീട് ഔട്ട്ഫ്ലോ ഓഫ് പർച്ചേസ്. ഈ ക്യാഷ് ഉപയോഗിച്ച് നമ്മൾ റോ മെറ്റീരിയൽ വാങ്ങിക്കുന്നത്, റോ മെറ്റീരിയൽ എന്നുള്ളത്. പിന്നെ ഈ റോ മെറ്റീരിയൽ എന്നുള്ളത് പിന്നെ എന്ത് ചെയ്യുന്നു, വർക്ക് ഇൻ പ്രോഗ്രസ് ആവുന്നു. വർക്ക് ഇൻ പ്രോഗ്രസ് എന്നുള്ളത് അടുത്തത് എന്ത് ചെയ്യുന്നത്, ഫിനിഷ്ഡ് ഗുഡ്സ് ആയിട്ട് മാറുന്നു. ദെൻ വിൽപ്പന നടത്തുമ്പോൾ അത് ക്രെഡിറ്റ്, സെയിൽസിന് വിൽപ്പന നടത്തുമ്പോൾ ഡെപ്റ്റേഴ്സ് ഇല്ലെങ്കിൽ ബിൽസ് റെസീവ്ഡ് എന്നുള്ളൊരു ഇത് വരും. പിന്നീട് ചെയ്യുന്നു, ക്യാഷ് എന്ത് ചെയ്യുന്നു, റിക്കവർ ചെയ്യുന്നു. ഓക്കെ, പിന്നീട് വീണ്ടും എന്ത് ചെയ്യുന്നു, റോ മെറ്റീരിയൽ. അങ്ങനെ എന്ത് ചെയ്യുന്നു, ഈ ഒരു സൈക്കിൾ കൂടെ നമ്മൾ കംപ്ലീറ്റ് ആവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനെയാണ് വർക്കിംഗ് ക്യാപിറ്റൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ്. സൈക്കിളൊക്കെ വരക്കാനൊക്കെ എക്സാം ചോദിക്കുന്ന ഒരു ഭാഗമാണത്. ഇതാണ് വർക്കിംഗ് ക്യാപിറ്റൽ സൈക്കിളിൽ ഓപ്പറേറ്റിംഗ് സൈക്കിൾ അല്ലെങ്കിൽ ഇതിനെ ക്യാഷ് സൈക്കിൾ എന്ന് പറയും. കാരണം ക്യാഷ് എന്ത് ചെയ്യുന്നു, കൺവേർട്ടായിട്ട് അവസാനം എന്ത് ചെയ്യുന്നു, ക്യാഷ് ഡെപ്റ്റേഴ്സിൻ്റെ കയ്യിൽ നിന്ന് റിക്കവർ ചെയ്യുന്ന ക്യാഷ് പിന്നീട് വീണ്ടും എന്ത് ചെയ്യുന്നു, അത് റോ മെറ്റീരിയൽ, ഫിനിഷ്ഡ് ഗുഡ്സ്, റോ മെറ്റീരിയൽ, വർക്കിംഗ് പ്രോഗ്രസ്, ഫിനിഷ്ഡ് ഗുഡ്സ്, അങ്ങനെ എന്ത് ചെയ്യുന്നു, അത് സൈക്കിൾ പോലെ പോകുന്നു. അതുകൊണ്ട് തന്നെ ക്യാഷ് സൈക്കിൾ എന്നുകൂടി ഇതിനെ പറയാറുണ്ട്. ഓക്കെ, ഇതാണ് വർക്കിംഗ് ക്യാപിറ്റൽ സൈക്കിൾ എന്നുള്ളത്. നോക്കാം, ഈച്ച് സൈക്കിൾ സ്റ്റാർട്ട് വിത്ത് ക്യാഷ് ഔട്ട്ഫ്ലോ ആഫ്റ്റർ എ ടൈം ലാഗ് ഇൻവോൾവിങ് ദ പ്രോസസ്സിംഗ്, ക്രെഡിറ്റ്, സെയിൽസ്, റിസീവബിൾ ആൻഡ് എൻഡ്സ് വിത്ത് ദ ക്യാഷ് ഇൻഫ്ലോ. അതായത് ക്യാഷ് ഔട്ട്ഫ്ലോ അവസാനം ചെയ്യുന്നത് ക്യാഷ് തുടങ്ങിയിട്ട് ക്യാഷ് തന്നെ അവസാനിക്കുന്നു. അതാണ് അതിന് ക്യാഷ് സൈക്കിൾ എന്ന് കൂടി പറയുന്നത്. ദിസ് സൈക്കിൾ ഈസ് റിപ്പീറ്റഡ് അഗെയിൻ ആൻഡ് അഗെയിൻ ഡ്യൂറിങ് എ ഇയർ. സൈക്കിൾ എന്ത് ചെയ്യും, റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ദ ലെങ്ത് ഓഫ് സൈക്കിൾ ഡിപ്പെൻഡ് അപ്പോൺ ദ ഫാക്ടേഴ്സ് ലൈക്ക് ഒരു ബിസിനസ്സിൻ്റെ സ്വഭാവം, അതുപോലെ തന്നെ മാനുഫാക്ചറിങ് ടൈം, അതുപോലെ തന്നെ മാനേജ്മെൻറ്റിൻ്റെ എഫിഷ്യൻസി, ടേൺ ഓവർ, അങ്ങനെയുള്ള പല ഘടകങ്ങൾ എന്താണ് ഈ ഒരു ഓപ്പറേറ്റർ സൈക്കിളിൻ്റെ ആ ഒരു ടൈമിനെ എന്താണ് ബാധിച്ച് ഇരിക്കും, അല്ലെങ്കിൽ അതിനെ ബന്ധപ്പെട്ട് കൊടുക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇതാണ് ഓപ്പറേറ്റിംഗ് സൈക്കിൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഒരു ഭാഗത്ത് നമ്മൾ പറയേണ്ടത് വർക്കിംഗ് ക്യാപിറ്റലിന് റിക്വയർമെൻറ്റിനെ ബാധിക്കുന്ന ചില ഘടകങ്ങൾ, അതല്ലെങ്കിൽ ഫാക്ടേഴ്സ് ഡിറ്റർമൈനിങ് വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കുറച്ച് ഫാക്ടേഴ്സാണ് നമ്മൾ നെക്സ്റ്റ് പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഓരോന്നായിട്ട് വളരെ വേഗത്തിൽ പറഞ്ഞു പോകാം. ഇതുപോലെ സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഭാഗമായതുകൊണ്ട് തന്നെ ഒന്നാമത്തെ നേച്ചർ ഓഫ് ബിസിനസ്. ഒരു ബിസിനസ്സിൻ്റെ സ്വഭാവം വർക്കിംഗ് ക്യാപിറ്റലിനെ തീർച്ചയായിട്ടും ബാധിക്കും. പല ടൈപ്പുള്ള ബിസിനസ്സുണ്ട്. മാനുഫാക്ചറിംഗ് ഉണ്ട്, ട്രേഡിംഗ് കൺസേണിൻ്റെ കേസിലാണെങ്കിൽ എന്താണ് വർക്കിംഗ് ക്യാപിറ്റൽ എന്നുള്ളത് കൂടുതലായിട്ട് വർക്കിംഗ് ക്യാപിറ്റൽ വേണം. കാരണം അവരെന്ത് ചെയ്യുന്നുണ്ട്, ഇൻവെൻ്ററിലും ഡെപ്റ്റേഴ്സിലൊക്കെ ഒരു കൂടുതലായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം മാനുഫാക്ചറിംഗ് ട്രേഡിംഗ് ഓർഗനൈസേഷനകത്തൊക്കെ വർക്കിംഗ് ക്യാപിറ്റൽ എന്നുള്ളത് കൂടുതലായിട്ട് ആവശ്യമാണ്. അതുപോലെ തന്നെ ഇൻ കേസ് ഓഫ് പബ്ലിക് യൂട്ടിലിറ്റീസ് എന്ന് പറഞ്ഞാൽ ട്രാൻസ്പോർട്ട് കമ്പനീസ്, ഇലക്ട്രിസിറ്റി അണ്ടർടേക്കിങ്സ്, അങ്ങനെയുള്ള കേസിനൊക്കെ മോസ്റ്റ് ഓഫ് ദ ട്രാൻസാക്ഷൻ നടക്കുന്നത് അവിടെ ക്രെഡിറ്റ് ബേസിലല്ല, എന്താണ് ക്യാഷ് ബേസിനകത്താണ് ട്രാൻസാക്ഷൻ നടക്കുന്നത്. അതുകൊണ്ട് ദീസ് കൺസേൺസിൻ്റെ കേസിനകത്ത് ലാർജ് ഇൻവെൻ്ററീസും അവിടെ ആവശ്യമായിട്ട് വരില്ല. അപ്പോൾ അവിടെ ആ കേസിലൊക്കെ കുറച്ച് വർക്കിംഗ് ക്യാപിറ്റൽ മതിയാവും. അപ്പോൾ അങ്ങനെയാണ് ഇത് നാച്ചുറൽ ബിസിനസ്സിനകത്ത് പറയുന്നത്. രണ്ടാമത്തെ പ്രൊഡക്ഷൻ സൈക്കിൾ എന്നുള്ളത് മറ്റൊരു വർക്കിംഗ് ക്യാപിറ്റലിനെ സഹായിക്കുന്ന ഒരു ഭാഗമാണ് പ്രൊഡക്ഷൻ സൈക്കിൾ എന്നുള്ളത്. പ്രൊഡക്ഷൻ സൈക്കിൾ എന്ന് പറഞ്ഞാൽ ടൈം റിക്വയർഡ് ടു മാനുഫാക്ചർ എ പ്രൊഡക്റ്റ്. ഒരു പ്രൊഡക്റ്റ്, ഒരു സാധനം ഉൽപ്പാദിപ്പിക്കാനുള്ള ആ ഒരു സമയമാണെന്ന് പറഞ്ഞുള്ള പ്രൊഡക്ഷൻ സൈക്കിൾ എന്നുള്ളത്. ഇത് തീർച്ചയായിട്ടും ബാധിക്കും. ഇറ്റ് കവർ ദ ടൈം സ്പാൻ ബിറ്റ്വീൻ ദ പ്രൊക്യൂർമെൻറ്റ് ഓഫ് റോ മെറ്റീരിയൽസ് ആൻഡ് പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ്. റോ മെറ്റീരിയൽ പ്രൊക്യൂർ ചെയ്യുന്ന ആർജിക്കുന്നത് മുതൽ പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ് വരെയുള്ള ആ ഒരു ടൈം സ്പാനെയാണ് പ്രൊഡക്ഷൻ സൈക്കിൾ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ദസ് ടൈം ഇൻവോൾവ് ഇൻ ദ മാനുഫാക്ചറിങ് പ്രോസസ് കോൾഡ് പ്രൊഡക്ഷൻ സൈക്കിൾ ഉദ്ദേശിക്കുന്നത്. പ്രൊഡക്ഷൻ സൈക്കിൾ എന്നുള്ളത് കൂടുതലാണെങ്കിൽ തീർച്ചയായിട്ടും കൂടുതലായിട്ടുള്ള വർക്കിംഗ് ക്യാപിറ്റൽ ആവശ്യമായിട്ട് വരും. ഓക്കെ, ഒരു ചെറിയ ലോജിക്ക് വെച്ചിട്ട് നമുക്കത് മനസ്സിലാക്കാൻ പറ്റുന്നേ ഉള്ളൂ. ഇനി ബിസിനസ്സിൻ്റെ സൈസ് എന്നുള്ളത് മൂന്നാമത്തെ ഒരു പോയിൻ്റാണ്. ഒരു ലാർജ് ബിസിനസ് കൺസേൺ റിക്വയർഡ് ടു മെയിൻറ്റെയിൻ ഹ്യൂജ് ഇൻവെൻ്ററീസ്. ലാർജ് ബിസിനസ് ഓർഗനൈസേഷനെ ഹ്യൂജ് ഇൻവെൻ്ററീസ് അവരെന്ത് ചെയ്യണം, മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് അനിവാര്യമാണ്.
അപ്പോൾ അതുകൊണ്ട് തന്നെ സൈസ് കൂടുകയാണെങ്കിൽ എന്താണ് വർക്കിംഗ് ക്യാപിറ്റൽ എന്നുള്ളത് കൂടുതലായിട്ട് വർക്കിംഗ് ക്യാപിറ്റൽ വേണം. ചെറിയ ഓർഗനൈസേഷൻ ആണെങ്കിൽ കുറച്ച് വർക്കിംഗ് ക്യാപിറ്റൽ മതിയാവും. അതാണ് സൈസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയാനുള്ളത്. ദെൻ നെക്സ്റ്റ് ടേൺ ഓവർ. ടേൺ ഓവർ ഉദ്ദേശിക്കുന്നത് എന്താണ്? ദ സ്പീഡ് വിത്ത് വിച്ച് വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് റിക്കവേർഡ് ബൈ സെയിൽ ഓഫ് ഗുഡ്സ്. വിൽപ്പനയിലൂടെ വർക്കിംഗ് ക്യാപിറ്റൽ റിക്കവർ ചെയ്യുന്ന ആ ഒരു സ്പീഡിനെയാണ് എന്ത് വിളിക്കുന്നത്? ടേൺ ഓവർ എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ടേൺ ഓവർ എന്താണ് കൂടുതലാണ് എങ്കിൽ അവിടെ എന്താണ് കുറച്ച് വർക്കിംഗ് ക്യാപിറ്റൽ മതിയാവും. ടേൺ ഓവർ കൂടുതലാണ് എങ്കിൽ അവിടെ വർക്കിംഗ് ക്യാപിറ്റൽ കുറച്ച് മതിയാവും. ഇപ്പം ഉദാഹരണത്തിന് ഒരു ഹോട്ടൽ വിച്ച് എഫക്ട്സ് എ ക്വിക്ക് സെയിൽസ് നീഡ് കമ്പാരിറ്റീവ്ലി ലോ വർക്കിംഗ് ക്യാപിറ്റൽ. അതായത് ക്വിക്ക് സെയിൽസ് വിൽക്കുന്നു അങ്ങനെയുള്ള ഇതാണെങ്കിൽ അവിടെ നിന്ന് നമ്മൾക്ക് എന്താണ് കുറച്ച് വർക്കിംഗ് ക്യാപിറ്റൽ മതിയാവും. ബട്ട് ഈ സെയിൽസ് ആർ സ്ലോ, സെയിൽസ് എന്താണ് മെല്ലെയാണെങ്കിൽ അവിടെ എന്താ ഇൻവെൻ്ററീസ് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ വർക്കിംഗ് ക്യാപിറ്റൽ എന്നുള്ള ഇവിടെ നിന്ന് കൂടുതലായിട്ട് വർക്കിംഗ് ക്യാപിറ്റൽ അനിവാര്യമാണ്. ദെൻ നെക്സ്റ്റ്